എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് അമ്പഴച്ചാലിലാണ്, ജോർജ് കുടിച്ചാറിൻ്റെ അരികിൽ. ജോർജ് കുടിച്ചാറിന് എന്തോ പാക്ക് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മുടെ വാമ്. കഴിഞ്ഞ പ്രാവശ്യം വാമിന്റെ ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ടായിരുന്നു. അതായത് സൂക്ഷ്മ ജീവാണു വളമാണ്. ഇത് നമ്മൾ ചോളത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. മണ്ണ്, മണല്, ചോളം, വെർമി കമ്പോസ്റ്റ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇത് മിക്സ് ചെയ്യുകയാണ്. 45 ദിവസം ഇത് ചോളം നമ്മൾ നട്ട് 45-ാമത്തെ ദിവസം ഇത് കട്ട് ചെയ്യുക. ഒരു 3 അടി പൊക്കത്തോളം ഏതായാലും ഒരു ചോളം വളരും. അതിനുശേഷം ആ മേൽമണ്ണ് മാറ്റിക്കളഞ്ഞ് ബാക്കി ആ മണലും വെർമി കമ്പോസ്റ്റും കൂടെ വേരുൾപ്പെടെ അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുകയാണ്. ശരി. ഇത് നമ്മളൊരു പൂച്ചെടിക്കോ വാഴയ്ക്കോ ഏലത്തിനോ എന്തിനിട്ട് കഴിഞ്ഞാൽ ഒരു 50 ഗ്രാമിന് താഴെ ഒരു ചെടിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജൂൺ ജൂലൈ മാസത്തിൽ നല്ലോണം വേര് പിടിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം മഴക്കാലം ആരംഭിച്ച് കഴിയുമ്പോൾ, പുതുമഴയൊക്കെ നമ്മൾ ആരംഭിച്ച് കഴിയുമ്പോഴത്തേനും എല്ലാ സസ്യങ്ങൾക്കും ഒരു വേരെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മണ്ണിൻ്റെ ഘടകങ്ങളെല്ലാം മാറിപ്പോയ സ്ഥിതിക്ക് ഈ സാധനം ഉപയോഗിച്ച് ഇത് 2016 KVK-ക്കാർ ഇത് ചെയ്തിരിക്കുന്നതാണ്. കൃഷി വിജ്ഞാന കേന്ദ്രം എന്നുള്ള ഒരു ഇതാണ്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ 40 ചട്ടിയിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നട്ട് അത് ഉണ്ടാക്കി എടുത്ത ഒരു ഉൽപ്പന്നമാണ്. 50 ദിവസം കൊണ്ടാണ് നമ്മളിത് ഇത്രയും ഇതാക്കിയിരിക്കുന്നത്. ചാക്കിനകത്തല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. നമ്മളേതാണ്ട് 100 ചട്ടിയോളം ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ വേരാണ്. ഇത് സൂക്ഷ്മമായിട്ട് ഇത് അങ്ങോട്ട് അലിഞ്ഞു ചേരും. സൂക്ഷ്മ ജീവാണു വളമെന്നാണ് നമ്മൾ ഈ വാമിനെ പറയുന്നത്. അപ്പൊ ഈ വാമ് നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിനും ഉപയോഗിക്കാം. നമ്മുടെ പൂച്ചെടി മുതൽ, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഏക്കർ സ്ഥലത്തിന് ആകെ നമുക്ക് 4 കിലോ സാധനം മതി. 1 ഏക്കറിൽ 4 കിലോ. എന്തിനാണേലും ഒരു അല്പം ഇത് കൊടുത്താൽ മതി. ഇത് അരിവേര് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇതിന് കാലാവധി 2 വർഷമുണ്ട്. അപ്പൊ ഈ വാം കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് 2 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ നമ്മൾ തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, തൂക്കിയെടുത്ത് സീൽ ചെയ്ത് നമ്മൾ ഇത് 1 കിലോ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് 150 രൂപ വിലയാണ് ഇട്ടിരിക്കുന്നത്. അത് ശരി. അതായത് വളരെയധികം ഇതിനകത്ത് ഗുണമുള്ള ഒരു സാധനമാണ്. ഇത് തണുപ്പടിച്ച് ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഇത് ഉണക്കാൻ പാടില്ല. അത് ശരി. ചട്ടിയിൽ നിന്ന് നമ്മൾ കുടഞ്ഞ് ഇതിന് ശേഷം ഇതൊരു ഈർപ്പത്തോടു കൂടിയാണ് ഇത്. പിന്നെ സാധാരണക്കാരന് ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് വെക്കുകയാണെങ്കിൽ ചാണകമോ രാസവളോ ഒരു കാരണവശാലും ഇതിന് ഉപയോഗിക്കരുത്. ചാണകത്തിൽ ഇത് മിക്സ് ചെയ്യാം. 100 കിലോ ചാണകത്തിൽ ഇത് ഒരു പാക്കറ്റ് ഇട്ടാൽ മതി. 100 കിലോ ചാണകം നിങ്ങൾ ഒരു പാട്ടയ്ക്ക് 50 രൂപ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഇത് 1 കിലോ ഇതിനകത്ത് 100 കിലോ ചാണകത്തിനകത്ത് 1 കിലോ ഇട്ടാൽ മതി. ആ ചാണകം ഇട്ട് അതിനകത്ത് തന്നെ ഇത് നമ്മൾ സസ്യങ്ങൾക്കിടാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമുക്ക് പലയിടങ്ങളിൽ നിന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഉണ്ട്. ഇത് വളരെ ഇതിനെപ്പറ്റി അറിയാവുന്നവരെ, പക്ഷെ പലർക്കും ഒരൊറ്റ നോട്ടത്തിന് നോക്കുമ്പോൾ അയ്യോ ഇത് മണലാണല്ലോ, മണ്ണാണല്ലോ എന്നൊക്കെ തോന്നും. നമ്മളെല്ലാം ഈ രാസവളത്തിന്റെ പുറകെ പോയ കാരണം ഇച്ചിരി ഇടും, അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷെ ഇത് അടിസ്ഥാനപരമായിട്ട് ഭൂമിക്ക് അടിയന്തരമായ ഒരു ഘടകങ്ങൾ ആവശ്യമുള്ള സാധനമാണ്. അതായത് അതെ, അത് തന്നെയല്ല, നല്ല തണുപ്പായിരിക്കും. ഏത് ഇത് കൊറിയറായിട്ടൊക്കെ അയക്കുന്നുണ്ട്. അതെ, കൊറിയറായിട്ടൊക്കെ ഉണ്ട്. ഇതിന് വളരെയധികം ആവശ്യക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പൂഞ്ഞാർ ഭാഗത്തേക്ക് വാഴക്കൃഷിക്കാർക്ക് ഇത് അറിയാവുന്ന ഒരു വിഭാഗം ഇതുണ്ട്. പിന്നെ നമ്മളെ ഇടയിൽ ഇത് ഇത്ത വർഷം ഒരു എന്ന് വെച്ചാൽ ഏലത്തിൻ്റെ ഉണക്ക് വളരെയധികം ബാധിച്ചു പോയിട്ടുണ്ട്. അത് ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചട്ടിക്കകത്ത് അതിന്റെ വേസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയതാണ് ഈ ചെട്ടി കാണുന്ന ചീര. ഇങ്ങനെയുള്ള സാധനം ഉൾപ്പെടെ പൂച്ചെടികൾ ഉൾപ്പെടെ ഒരുപാട് അതിന് പ്രത്യേകമായ ഒരു വേരുപടലം ഇതിനകത്തുണ്ട്. ഇവിടെ ചീനിമുളക് എനിക്ക് ഇപ്പോൾ പൊതുവെ ഈ വർഷം ഈ വേനൽക്ക് ഒരു കേടുണ്ട്. എന്തായാലും ഇതെല്ലാം മാമിന്റെ ഒരു ശിഷ്ടം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ചീര നമ്മൾ ഇത് വാമിട്ട് ഇത് ചീര പാകി നിർത്തിയിരിക്കുന്നു. മണ്ണിൽ വാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. വാം മാത്രമേ ഉള്ളൂ, വളമായിട്ടുള്ള ഇത് ഒന്നുമില്ല. അതിന്റെ വെർമി കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ കമ്പോസ്റ്റ് ഇതാണ് നമ്മുടെ വാമിന്റെ മെയിൻ ഘടകം. ഇതാണ്. ഇതെല്ലാം ഇട്ടിട്ടാണ് വാമുണ്ടാക്കുമ്പോൾ ഇത് മണ്ണ് അവനവന്റെ പറമ്പിലെ മണ്ണെടുത്ത് അരിച്ച് നമുക്ക് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. വാമിട്ടാൽ വേരുപടലങ്ങൾ, ആ വേരുപടലത്തിന്റെ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. തിപ്പിലിയാണ്.
നമ്മളെ തിപ്പിലിക്ക് പൊതുവെ വേറുണ്ട് എങ്കിൽ തന്നെയും അത് വളരെയധികം കരുത്തോടു കൂടി വരുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘം കൃഷിക്കാര് കൊണ്ട് ഇവിടെ വന്നായിരുന്നു. അവരെല്ലാം ഈ വാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനോട് വളരെ താല്പര്യം കാണിച്ച് അവർ 50 പാക്കറ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കൊടുങ്ങലിലെ ഒരു ഭാഗത്തു നിന്ന് തീരപ്രദേശത്തു നിന്ന് വരെ അവർക്ക് ഇത് അറിയാവുന്നവരുണ്ട്. ചേട്ടാ അതാ വാമ് അത് ഞാൻ ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ സുധാകരൻ സാർ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്നോട് കൂടി വളരെയധികം ആൾക്കാർക്ക് ഇതിനോട് വളരെ ഇൻട്രസ്റ്റ് തോന്നി. ഒന്നാമത് ഇതിനകത്ത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ ചിലവേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതായത് ഒരു പാക്കറ്റ് 1 കിലോ പാക്കറ്റിന് വില 150 രൂപ. അത് കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. കൊറിയർ ചാർജ് ഒരു 60 രൂപ, 1 കിലോയ്ക്ക് 60 രൂപ. ഇടുക്കിയിലെ അടിമാലിക്കടുത്തുള്ള അമ്പഴച്ചാലിൽ ജോർജ് കുട്ടി കളരിയാമ്മക്കൽ ചേട്ടന്റെ വീട്ടില് വാം നിർമ്മിക്കുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും പള്ളിവാസൽ കൃഷിഭവന്റെയും സപ്പോർട്ട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ വാം ഇവിടെ വന്നാൽ ലഭിക്കും, അല്ലെങ്കിൽ കർഷകർക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും.